എല്ലാവർക്കും രഞ്ജുസ്മാർട്ടി മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മൾ ദ ലിറ്റിൽ റൗണ്ട് റെഡ് ഹൗസ് എന്ന സ്റ്റോറിയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് കിടക്കാം. പേജ് നമ്പർ 77 നമ്മൾ ലാസ്റ്റ് അവസാനിപ്പിച്ചത്. അപ്പോൾ ബാക്കി ഭാഗം. The little boy was getting discouraged. അപ്പോൾ അവൻ ആകെ ക്ഷീണിച്ച് തളർന്നല്ലേ, ആരോട് ചോദിച്ചിട്ടും അവന് ആ വീടിനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിച്ചില്ല. അവൻ വളരെ അസ്വസ്ഥനായി. അവൻ്റെ ധൈര്യമെല്ലാം നഷ്ടപ്പെട്ടു. His mother said he wouldn't even need to cross the street, but no matter how hard he looked. അപ്പോൾ അവൻ്റെ അമ്മ എന്തായിരുന്നു പറഞ്ഞേ, നിനക്ക് ഈ സ്ട്രീറ്റ് നിനക്ക് ക്രോസ് ചെയ്യേണ്ട വരില്ല. പക്ഷേ അവൻ ഒരുപാട് കഷ്ടപ്പെടല്ലേ, ഒരുപാട് തിരഞ്ഞു. ഹി കുഡ് നോട്ട് ഫൈൻഡ് ദ ഹൗസ് ഹി വാസ് ലുക്കിംഗ് ഫോർ. പക്ഷേ അവന് ആ വീട് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. There was just one more house to check, and that was Mr. Fitzler's house at the end of the block. അപ്പോൾ ഇനി ആകെ ഒരു ഹൗസും കൂടെ മാത്രമേ തിരയാനുള്ളൂ. അത് ആരുടെ ഹൗസാണ്? മിസ്റ്റർ ഫെഡ്സറിന്റെ ഹൗസാണ്. മിസ്റ്റർ ഫെഡ്സർ ഹാഡ് lived in the neighborhood longer than anyone. അപ്പോൾ നമ്മുടെ ഫെഡ്സർ കുറേ നാളായിട്ട്, മറ്റുള്ളവരെക്കാൾ, ഇവിടെയുള്ള ബാക്കിയുള്ളവരെക്കാൾ ഏറെ നാളായിട്ട് ഈ സ്ഥലത്ത് താമസിക്കുന്ന ആളാണ്. ആര്? മിസ്റ്റർ ഫെഡ്സർ. Years and years ago, there were many farms in Bridgewater, but one by one the land had been sold, and houses were built where there had once been fields of Jersey tomatoes and white corn. Mr. Fitz's farm was the last one left in the neighborhood. He ran a small farm stand and sold the fresh fruits and vegetables he grew in the gardens and orchard. അപ്പോൾ നമ്മുടെ ഫെസ്ലർ കുറേ വർഷങ്ങളായിട്ട് ഇവിടെ വസിക്കുന്നതാണ്, അവിടെ താമസിക്കുന്നതാണ്. അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ലാൻഡ് ഉണ്ട്. അവിടെ ഒരുപാട് പേരുണ്ടായിരുന്നു, ഒരുപാട് ഫാർമേഴ്സ് ബ്രിഡ്ജ് വാട്ടറിൻ്റെ അവിടെ വസിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഓരോ ഭാഗമായിട്ട് നാളുകൾ ചെല്ലുന്തോറും ലാൻഡൊക്കെ, ഭൂമിയൊക്കെ വിറ്റ് തുടങ്ങി. ആൻഡ് ഹൗസസ് വെയർ ബിൽഡ്. അപ്പോൾ കൂടാതെ അവിടെ ഒരുപാട് വീടുകളും വന്നു തുടങ്ങി. പക്ഷേ ഇപ്പോഴുള്ളത് നമ്മുടെ ഫെസ്ലറിൻ്റെ ഫാമാണ് ഇപ്പോൾ നിലവിൽ അവിടെ ഉള്ളത്. പഴയതായിട്ടുള്ളത് ബാക്കിയെല്ലാം വിറ്റുപോയി. അപ്പോൾ അദ്ദേഹം ഒരു ചെറിയ ഫാം നടത്തുന്നുണ്ട്. അവിടെ എന്താ അദ്ദേഹം വിൽക്കുന്നത്? നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെയാണ് അദ്ദേഹം വിൽക്കുന്നത്. അതുപോലെ തന്നെ നല്ല ഗാർഡനും ഓർച്ചാർഡും ഒക്കെ അദ്ദേഹത്തിന് ഉണ്ട്, സ്വന്തമായിട്ട് ഉണ്ട്. If anyone knows where that house is, he should, the little boy reasoned. So up he tracked to Mr. Fitz's barn and peered inside. അപ്പോൾ ആർക്കെങ്കിലും അറിയാമെങ്കിൽ, ഈ ഹൗസിനെ കുറിച്ച് ആർക്കെങ്കിലും അറിയാമെങ്കിൽ അത് ആർക്കായിരിക്കും? ഇത്ര കാലങ്ങളായിട്ട് ഇവിടെ താമസിക്കുന്ന ഫെസ്ലറിന് മാത്രമേ അറിയത്തുണ്ടായിരിക്കുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിനോട് ചോദിക്കാം. അപ്പോൾ അവൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോവാൻ തുടങ്ങുകയാണ്. There was the farmer packing apples into boxes. അപ്പോൾ നമ്മുടെ ഫെസ്ലർ അവിടെ ഉണ്ടായിരുന്നു. ഫാർമർ, കർഷകൻ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം എന്താ ചെയ്യുന്നത്? ആപ്പിൾസ് ബോക്സിലാക്കുകയാണ്. കുറേ ആപ്പിൾ ഉണ്ട്. അദ്ദേഹം ആ ആപ്പിളൊക്കെ പാക്ക് ചെയ്ത് ബോക്സിൽ ആക്കുകയാണ്. He looked up. Why hello there. അതവിടെ യങ് ഫെല്ലർ, ചെറിയ കുട്ടി, ചെറിയ സുഹൃത്തെ, നീ ആരാണ്? വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു. ഞാൻ നിനക്ക് വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത്? കം ഫോർ എ ടേസ്റ്റ് ഓഫ് മൈ ആപ്പിൾ എയിൽ സ്ലൈഡർ. അപ്പോൾ വരൂ, എൻ്റെ ആപ്പിൾ സ്ലൈഡറിൻ്റെ, ആപ്പിൾ ജ്യൂസിൻ്റെ ടേസ്റ്റ് നോക്കാം, വരൂ എന്ന് പറഞ്ഞ് നമ്മുടെ ഫാർമറായ ഫിസ്ലർ നമ്മുടെ ലിറ്റിൽ ബോയെ സ്വാഗതം ചെയ്തു. ഹി poured എ കപ്പ് ആൻഡ് ഹാൻഡഡ് ഇറ്റ് ടു ദി ലിറ്റിൽ ബോയ്. അപ്പോൾ അവന് പഴച്ചാറാണ്, ഈ സ്ലൈഡർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആപ്പിളിൻ്റെ പഴച്ചാറ്. അപ്പോൾ അദ്ദേഹം poured എന്ന് വെച്ചാൽ പകർന്നു കൊടുക്കുക. ഒരു കപ്പിൽ കുറച്ച് നമ്മുടെ ലിറ്റിൽ ബോയ്ക്ക് കൊടുത്തു. ദ ലിറ്റിൽ ബോയ് drank it down gratefully. അപ്പോൾ അവൻ വളരെ സന്തോഷത്തോടെ അത് കുടിച്ചു. Hunting for houses was thirsty
Hunting for houses was their thirsty work. The slider tasted sweet and tart all at the same time. അപ്പോൾ അവൻ അതൊക്കെ കുടിച്ചു. അപ്പോൾ ഒരു വീട് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് കുറച്ച് കഷ്ടപ്പാടുള്ള പണിയാണ്. സ്ലൈഡർ എന്ന് പറഞ്ഞ സ്ലൈഡർ ആ ജ്യൂസിന് ഒരേ സമയം ടേസ്റ്റും അതുപോലെ തന്നെ കുറച്ച് കമർപ്പും ഉണ്ടായിരുന്നു. Thanks for the slider, the little boy said. Mr. Fritzler, can you help me? I am looking for a house. It's a little round red house with no windows and no doors, a chimney on the top and a star in the middle. My mother says you have lived here longer than anybody, and she found the house when she was my age, so I thought you might know where is it. അപ്പോൾ നമ്മുടെ ലിറ്റിൽ ബോയ് എന്തിനാ വന്നേന്നുള്ള കാര്യം നമ്മുടെ ഫെസ്ലറിനോട് പറഞ്ഞു. എന്തിനാ വന്നത്? ആ സ്പെഷ്യൽ ഹൗസ് കണ്ടുപിടിക്കാൻ. അതുപോലെ തന്നെ എൻ്റെ അമ്മയുടെ ചെറുപ്പകാലത്ത് അമ്മയും ഇതേപോലെ ഒരു ചെറിയ ഹൗസ് കണ്ടുപിടിച്ചിരുന്നു. അപ്പോൾ അങ്ങാണല്ലോ ഇത്ര കാലം കുറേ വർഷങ്ങളായിട്ട് ഇവിടെ ജീവിക്കുന്ന അങ്ങേക്ക് അതിനെക്കുറിച്ച് തീർച്ചയായും അറിയാമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് ആര് പറഞ്ഞു? നമ്മുടെ ലിറ്റിൽ ബോയ് പറഞ്ഞു. Mr. Fessler smiled. Seems to me I remember your mother when she was just a little girl. അപ്പോൾ നമ്മുടെ ഫെസ്ലർ ചിരിച്ചുകൊണ്ട് എന്താ പറഞ്ഞേ? ഞാൻ ഓർക്കുന്നു. എന്താ? നിൻ്റെ അമ്മ നിൻ്റെ ഏജിലായിരുന്നപ്പോൾ, അവൾ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ, സീംസ് ടു മീ ഷി കെയിം ടു ഫൈൻഡ് മീ ഓൺ എ ഡേ ജസ്റ്റ് ലൈക്ക് ടുഡേ. അപ്പോൾ അവൾ എൻ്റെ അടുത്ത് ഇതേപോലെ തന്നെയുള്ള ഒരു ദിവസം, നീ വന്ന ഇതേപോലെയുള്ള ഒരു ദിവസം അവൾ ഇതേ ഹൗസ് കണ്ടുപിടിക്കാനായിട്ട് വന്നതായി ഞാൻ ഓർക്കുന്നു. Seems to me that she was looking for a house too, just like the one you have described, and seems to me I know just where to send her. അപ്പോൾ ഞാൻ ഓർക്കുന്നു അവൾ വന്നതൊക്കെ, ഞാൻ ഓർക്കുന്നു ഇതേ ഹൗസ്, നീ വിവരിച്ച ഇതേ പ്രത്യേകതകളുള്ള ഹൗസിനെ കുറിച്ച് അവൾ പറഞ്ഞതും ഞാൻ ഓർക്കുന്നു. അപ്പോൾ അവളെ ഞാൻ എവിടെയാണ് ആ ഹൗസ് കണ്ടുപിടിക്കാൻ വേണ്ടി അയച്ചതെന്നും എനിക്ക് ഓർമ്മയുണ്ട്. The little boy ran across the field and up the hill. He stood under one of the apple trees and looked all around. അതിന് മുമ്പ് ഒരു ഭാഗമുണ്ട്. The farmer walked outside and pointed to the orchard up on a little hill. അപ്പോൾ നമ്മുടെ ഫാർമർ പുറത്തിറങ്ങി, എന്നിട്ട് എന്താ ഒരു ചെറിയ കുന്നിലേക്ക് കൈ ചൂണ്ടി കാണിച്ചു. See those trees? നീ കാണുന്നുണ്ടോ? ആ മരങ്ങൾ നീ കാണുന്നുണ്ടോ? Run up there and take a look around, and I think you will find what you are looking for. അപ്പോൾ നീ ആ കുന്ന് കണ്ടോ? അവിടെ ചെന്നിട്ട് നീ ആ ട്രീ നോക്കുക. അപ്പോൾ അവിടെ തിരിക, അവിടെ നിനക്ക് നീ പറഞ്ഞ ഹൗസ് നിനക്ക് കണ്ടുപിടിക്കാനാവും. അപ്പോൾ നീ വേഗം ആ കുന്നിലേക്ക് പോയിക്കോളാൻ നമ്മുടെ ഫെസ്ലർ ലിറ്റിൽ ബോയോട് പറഞ്ഞു. The little boy ran across the field and up the hill. He stood under one of the apple trees and looked all around. അപ്പോൾ അവൻ ഓടി, ആ കുന്നിലേക്ക് ഓടിക്കയറി. He stood under one of the apple trees and looked all around. അപ്പോൾ അവനൊരു ആപ്പിൾ ട്രീയുടെ അടിയിൽ നിന്നിട്ട് ചുറ്റും നോക്കി. The wind was blowing a dancing breeze and it blew a red apple right off the tree trunk. അപ്പോൾ ഒരു ചുവന്ന ആപ്പിൾ അവൻ കണ്ടു. ചെറിയ കാറ്റുകൾ ചാഞ്ചാടുന്ന ഇലകളൊക്കെ ആടുന്ന ഒരു സമയത്ത് അവന് ഒരു റെഡ് ആപ്പിൾ അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. The apple landed at his feet. അപ്പോൾ ആപ്പിള് അവൻ്റെ കാലിലേക്ക് ചെറിയ കാറ്റിലാടി അവൻ്റെ കാൽച്ചുവട്ടിലേക്ക് നിലം പതിച്ചു, താഴെ വീണു. Picking it up, the little boy took a closer look. A little round red house with no doors, with no windows and no doors, he said, running it and looking at its shiny round red surface.
അപ്പോൾ അവൻ ആപ്പിൾ എടുത്ത് നോക്കി. എന്താ? അതൊരു റെഡ് ഹൗസിനെ പോലെയാണ്. അതിന് വാതിലില്ല, ജനലില്ല. He said, turned it and looked at his shiny round red surface. അപ്പോൾ അവൻ അതിൻ്റെ പുറമേ നോക്കി. എന്താ? നല്ല റെഡ് സർഫേസ് ആണ്. എ ചിമ്നി ഓൺ ദ ടോപ്പ്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഒരു ഞെടുപ്പുണ്ട്. അതെന്താ? ചിമ്മിനി. He said, touching the steam, a star in the middle. പക്ഷേ ഒരു സ്റ്റാർ ഉണ്ടല്ലോ, മിഡിലിൽ ഒരു സ്റ്റാർ ഉണ്ടെന്ന് അമ്മ പറഞ്ഞതായിട്ട് അവൻ ഓർക്കുന്നു. He put the apple in his raincoat pocket and ran all the way home. അപ്പോൾ അവൻ അവൻ്റെ പോക്കറ്റിലേക്ക് ആപ്പിൾ ഇട്ടിട്ട് അവൻ്റെ വീട്ടിലുള്ള വഴിയേ ഓടി. Mom, Mom, he cried, I think I found it. അപ്പോൾ അമ്മേന്ന് വിളിച്ച് അവന് സന്തോഷത്തോടെ ഓടുകയാണ്. I think I found it. അമ്മേ, ഞാനത് കണ്ടുപിടിച്ചു എന്ന് തോന്നുന്നു, എനിക്കത് കിട്ടി എന്ന് തോന്നുന്നു. His mother smiled when he took the apple out of his pocket and handed it to her. അപ്പോൾ അവൻ അവൻ്റെ നമ്മുടെ എവിടെയായിരുന്നു ഇട്ടത്? അവൻ്റെ പോക്കറ്റിൽ നിന്നും ആ ആപ്പിൾ എടുത്ത് അവൻ്റെ അമ്മയുടെ കയ്യിലേക്ക് കൊടുത്തു. I think you did too, she said. അപ്പോൾ അവൻ്റെ അമ്മ എന്താ പറഞ്ഞേ? ഞാൻ വിചാരിക്കുന്നു നീ അത് സാധിച്ചു, നിന്നെ കൊണ്ട് കഴിഞ്ഞു, നീ അത് കണ്ടുപിടിച്ചു. A little round red house with no doors and no windows and a chimney on top. But where is the star? He asked. അപ്പോൾ അവൻ ചോദിച്ചു. അമ്മ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇതിനുണ്ട്, പക്ഷേ സ്റ്റാർ എവിടെ? സ്റ്റാർ കാണാനില്ലല്ലോ. She picked up a sharp knife from the table, placed the apple on its side on the plate. She cut it in half right through its middle, and there in the center was a star. അപ്പോൾ അവൻ്റെ അമ്മ എന്താ ചെയ്തത്? പെട്ടെന്ന് അവിടുന്ന് ഒരു നീഫ് എടുത്തു. നീഫ് എന്താ? കത്തി എടുത്തിട്ട് നമ്മുടെ ആപ്പിൾ ഒരു പ്ലേറ്റിൽ വെച്ച് നടുവേ പിളർന്നു, കട്ട് ചെയ്തു, സെൻറ്ററിലൂടെ മുറിച്ചു. അപ്പോൾ അവൻ എന്താ കണ്ടത്? ഒരു സ്റ്റാർ. ആപ്പിളിൻ്റെ നടുക്കായിട്ട് ഒരു സ്റ്റാർ കണ്ടു. Oh, how wonderful! ഓ, എത്ര മനോഹരമാണ്. Inside the apple lay a star holding 5 brown seeds. അപ്പോൾ അവൻ എന്താ കണ്ടത്? ഒരു ഇൻസൈഡ്, അകത്ത് ഒരു സ്റ്റാർ ഉണ്ട്. ആ സ്റ്റാറിൽ എന്തൊക്കെയാണുള്ളത്? ഒരു 5 വിത്തുകൾ, നല്ല ബ്രൗൺ നിറത്തിലുള്ള 5 വിത്തുകൾ. It is too wonderful to eat without looking at the star, isn't it? അപ്പോൾ അവൻ്റെ അമ്മ പറയാണ്, അവൻ്റെ അമ്മേനോട് അവൻ പറയുകയാണ്, അമ്മേ, ഇതൊന്നും നോക്കാതെ, അതിൻ്റെ ഉള്ളിലുള്ള സ്റ്റാറൊന്നും നോക്കാതെ അത് തിന്നാന്ന് പറയുന്നത് ഒരു അത്ഭുതമായിരുന്നല്ലേ എന്ന്. Yes, indeed, answered his mother. അവൻ്റെ അമ്മ തലകുലുക്കി. അപ്പോൾ നമുക്ക് മനസ്സിലായില്ലേ എന്താണ് ലിറ്റിൽ റൗണ്ട് റെഡ് ഹൗസ് എന്ന്? ഈ ആപ്പിളിനെയാണ് അവൻ്റെ അമ്മ കണ്ടുപിടിക്കാനായിട്ട് ഏൽപ്പിച്ചത്. അപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറിയാണ്. ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നെക്സ്റ്റ് വീഡിയോയിൽ ഇടാം. അപ്പോൾ എല്ലാവർക്കും നന്നായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. അത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായും ഇരുന്ന് കാണുക, പഠിക്കുക.